ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്ന് ചോറിനും ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 സബോളയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ചെറുതായി സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളക്, 2 കറിവേപ്പിലത്തണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോളയിലേക്ക് നമ്മൾ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മുടെ സബോളയൊക്കെ ചെറുതായിട്ടൊരു റെഡ് കളർ ആയിട്ട് വരും. അതിലേക്ക് നമ്മൾ കറിവേപ്പിലത്തണ്ട്, ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത് വഴണ്ടി വരുമ്പോൾ ഞാനിവിടേക്കും ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു എരിവനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ മസാലയാണ്, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി വഴറ്റുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തീ കുറച്ചിടുക. അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 മുട്ടയുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കറി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഫസ്റ്റ് മുട്ടയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടോ. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.